Examination rules. Are any type of electronic devices allowed for medical coding or CPC exam? No. Electronic devices എന്ന് പറയുമ്പോഴത്തേനും ഒരുപാട് ആൾക്കാർക്ക് വരുന്ന ഒരു കൺഫ്യൂഷൻ ആണ് വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഇലക്ട്രോണിക് ഡിവൈസസ് ദാറ്റ് ആർ നോട്ട് അലൗഡ് ഫോർ ദി മെഡിക്കൽ കോഡിംഗ് ഓർ CPC എക്സാം. ഒരു തരത്തിലുള്ള ലൈക്ക് നമ്മുടെ ഇലക്ട്രോണിക് ഡിവൈസസ്, അതായത് ഓൺ ആൻഡ് ഓഫ് സ്വിച്ച് ഉള്ള ഒരു അല്ലെങ്കിൽ ആ ഓൺ ആൻഡ് ഓഫ് നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പിലുള്ള ഒരു ഇലക്ട്രോണിക് ഡിവൈസസും ഇൻക്ലൂഡിംഗ് സ്മാർട്ട് വാച്ചസ്, ദ നോർമൽ വാച്ചസ്, ലൈക്ക് നമ്മുടെ ഫോൺസ്, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നമ്മുടെ എക്സാമിനേഷൻ ഹോളിലേക്ക് അലൗ ചെയ്യുന്നതല്ല. ലൈക്ക് നമ്മുടെ എക്സാമിന് പോകുമ്പം ഇഫ് വി ഹാവ് മൊബൈൽ ഫോൺസ് ഓർ വാച്ചസ് ഓർ വാട്ട് എവർ ഇറ്റ് ഇസ്, നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഏൽപ്പിച്ചിട്ട് നമുക്ക് എക്സാമിനേഷൻ സെന്ററിലേക്ക് കയറാം. അതല്ല നമ്മുടെ കൂടെ ആരുമില്ല, നമുക്ക് ബാഗിനകത്ത് ഇതൊക്കെ പ്ലേസ് ചെയ്തിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ദേ വിൽ ബി പ്രൊവൈഡിങ് എ ലോക്കർ ഓർ എ സ്പെസിഫിക് ഏരിയ ഫോർ അസ് ടു കീപ് ഓൾ ആർ തിങ്സ്. അവിടെ നമ്മൾ വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് എക്സാമിനേഷൻ ഹാളിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇഫ് വി ആർ ഡൂയിങ് എനി എന്താ പറയുന്നത് ലൈക്ക് മിസ്റ്റേക്സ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇങ്ങനെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഇലക്ട്രോണിക് ഡിവൈസസ് കൊണ്ടിപ്പോൾ നമ്മൾ ഒരു വാച്ച് അവര് നമ്മുടെ പ്രോക്ടർ ഐഡന്റിഫൈ ചെയ്തില്ല നമ്മുടെ കയ്യിൽ വാച്ച് ഉണ്ട്. സോ വെൻ വി ഗെറ്റ് ഇൻ ടു ദ എക്സാമിനേഷൻ ഹാൾ ആൻഡ് സ്റ്റാർട്ട് റൈറ്റിംഗ്, ലേറ്റർ ഓൺ അവരത് ഐഡന്റിഫൈ ചെയ്യുവാണെന്നുണ്ടെങ്കിലും ദാറ്റ് ക്യാൻ ലീഡ് ടു ഡിസ്ക്വാളിഫൈങ് ഓഫ് അവർ എക്സാമിനേഷൻ. So always keep in mind when you're going for the exams, try to avoid all these things and go to the examination center. If at all you are having your mobiles or your watches, whatever it is, അത് കറക്റ്റ് ആയിട്ട് ലോക്കറിലോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ആരെങ്കിലും അക്കമ്പനി ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അവരെ ഏൽപ്പിച്ചതിന് ശേഷം മാത്രം എക്സാമിനേഷൻ സെന്ററിലേക്ക് എൻറ്റർ ചെയ്യാൻ ലൈക്ക് ട്രൈ ചെയ്യുക.